السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ഈ ലോകത്ത് ജീവിക്കുന്ന ബുദ്ധിയുള്ള ഏത് മനുഷ്യനും എപ്പോഴും ചിന്തിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്, എൻ്റെ ജീവിതമാകുന്ന ഈ യാത്ര എങ്ങോട്ടാണ്. തീർച്ചയാണ് നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. കാരണം നമ്മളറിയാതെ, നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമുക്ക് നൽകപ്പെട്ട രാത്രിയും പകലും എല്ലാം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആയുസ് പതിയെ പതിയെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. നാം അറിയാതെ നമ്മുടെ മുടികൾ നരയ്ക്കുന്നു, തൊലികൾ ചുക്കിച്ചുളിയുന്നു. നാം വാർദ്ധക്യത്തിൻ്റെ അടയാളങ്ങൾ ശരീരത്തിലും ആരോഗ്യത്തിലുമെല്ലാം കണ്ടു തുടങ്ങുന്നു. അതുകൊണ്ട് ഇതൊരു യാത്രയാണെന്ന് സത്യമാണ്. എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് എങ്കിലും ഒരു ദിവസം നമ്മുടെ യാത്ര അവസാനിക്കുകയും ചെയ്യും. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, എന്തെല്ലാം ഏർപ്പാടുകൾ ചെയ്തു വെച്ചാലും അതെല്ലാം ഇവിടെ ബാക്കിയാകുമെന്നല്ലാതെ നമ്മൾ ആരും ഇവിടെ നിലനിൽക്കാനുള്ളവരല്ല. ഒരു ദിവസം ഈ ലോകത്ത് യാത്രയാകേണ്ടവരാണ്. ഹാറൂൺ റഷീദ് ഒരു രാജാവായിരുന്നു. മുസ്ലിമായ ദീനുള്ള ഒരു സാലിഹായ രാജാവായിരുന്നു. അദ്ദേഹം മരണമെടുത്ത സമയം എൻ്റെ കുടുംബക്കാരോട്, കൂട്ടുകാരോട് പറഞ്ഞു, എനിക്കെൻ്റെ ഖബറൊന്ന് കാണണം, ഇനി അടക്കാൻ പോകുന്ന ഖബർ എനിക്കൊന്ന് കാണണം. അദ്ദേഹത്തെ കൊണ്ടുപോയി മരണത്തോട് ഏറ്റവും അടുത്ത രോഗം മൂർജിച്ച അവസ്ഥയിൽ അദ്ദേഹം ഖബറിലേക്ക് നോക്കി ദീർഘസമയം ദുആ ചെയ്തു. ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, യാ മൻ ലാ യസൂലു മുൽക്കു ഇർഹം മൻ ഖദ് സാല മുൽക്കു. അധികാരമൊന്നും നീങ്ങിപ്പോകാത്ത ഉടമസ്ഥനായ അല്ലാഹുവേ, ഒരുവന്റെ മേൽ നീ കരുണ ചെയ്യണം. അവൻ്റെ അധികാരം ഇതാ നീങ്ങുകയാണ്. രാജാവാണ്, എല്ലാമുള്ള രാജാവാണ്, വലിയ പ്രദേശത്തിൻ്റെ ഉടമയാണ്. മേഘങ്ങൾ കാണുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, ഏ മേഘമേ, എവിടെ വേണമെങ്കിലും മഴ പെയ്തുകൊള്ളി.
നിന്റെ മഴയിലൂടെ മുളയ്ക്കുന്ന മുഴുവൻ ധാന്യത്തിൻ്റെയും ടാക്സ് എൻ്റെ ഖജനാവിലെത്തും. അത്രയും വലിയ പ്രദേശത്തിൻ്റെ ഭരണം നടത്തിയ രാജാവാണ്. പക്ഷെ അദ്ദേഹം മരണസമയത്ത് പറയുകയാണ്, കരുണ ചെയ്യണം അല്ലാഹുവേ, നിന്റെ അധികാരം നീങ്ങാത്ത അധികാരമാണ്. പക്ഷെ ഞാൻ നിന്റെ അടിമയായ ദുനിയാവിലെ രാജാവായ ഞാൻ എൻ്റെ എല്ലാ രാജാധികാരവും നീങ്ങിപ്പോവുകയാണ്. അതുകൊണ്ട് തീർച്ചയാണ് ഈ ജീവിതം ഒരു യാത്രയാണ്, എല്ലാം വിട്ടിട്ട് പോകാനുള്ള യാത്രയാണ്. പക്ഷേ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട സത്യം, യാഥാർത്ഥ്യം, ഈ യാത്ര എങ്ങോട്ടാണ്? യാത്ര ചെയ്യണം, ഇവിടുന്ന് വിട്ടുപിരിയണമെന്ന് ഉറപ്പാണ്. പക്ഷെ നാം ചിന്തിക്കേണ്ട യാഥാർത്ഥ്യം, ഈ യാത്ര എങ്ങോട്ടാണ്? ഈ യാത്ര ആരിലേക്കാണ്? വിശുദ്ധ ഖുർആനിന്റെ പല സ്ഥലത്തും അല്ലാഹു തആല ഈ കാര്യത്തെയാണ് ഗൗരവത്തിൽ ഉണർത്തുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അടിമകളായി നമ്മൾ അല്ലാഹുവിൽ വന്നവരാണ്, വീണ്ടും അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണ്. നാം മടങ്ങുന്നത് മണ്ണിലേക്കല്ല, ഖബറിലേക്കല്ല, മറിച്ച് അല്ലാഹുവിലേക്കാണ്. വിശുദ്ധ ഖുർആനിന്റെ പല സ്ഥലത്തും ഈ സത്യത്തെ ആവർത്തിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ന ഇലാ റബ്ബിക റുജ്അ. നിന്റെ മടക്കം അല്ലാഹുവിലേക്കാണ്. വഅന്ന ഇലാ റബ്ബിക വഇന്ന ഇലാ റബ്ബികൽ മുൻതഹ. നിന്റെ മടക്കം അല്ലാഹുവിലേക്കാണ്, നിന്റെ പര്യവസാനം അല്ലാഹുവിലേക്കാണ്. വിശുദ്ധ ഖുർആനിൽ അവസാനം ഇറങ്ങിയ ആയത്ത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. വത്തഖൂ, നിങ്ങൾ ഭയപ്പെടിൻ, സൂക്ഷിക്കിൻ, യൗമൻ, ഒരു ദിവസത്തെ, തുർജഊന ഫീഹി ഇലല്ലാഹ്, ആ ദിവസത്തിൽ നിങ്ങൾ മടങ്ങുന്നത് അല്ലാഹുവിലേക്കാണ്. അല്ലാഹുവിലേക്ക് മടങ്ങേണ്ട അടിമകളാണ് നമ്മൾ. ജനാസകൾ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ പ്രസിദ്ധനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയുമായിരുന്നു, ഇംദി ഇലാ റബ്ബിക്. നീ നിന്റെ റബ്ബിലേക്ക് പോയിക്കൊള്ളി, നീ നിന്റെ റബ്ബിലേക്ക് പോയിക്കൊള്ളി. ഞങ്ങളും താമസം വിന നിന്റെ പുറകെ അതേ റബ്ബിലേക്ക് വരാനുള്ളവരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം അത് ഈ ലോകത്തേക്ക് വേണ്ടിയില്ല. നാം മടങ്ങുന്നത് മണ്ണിലേക്കുമല്ല, നാം മടങ്ങുന്ന അല്ലാഹുവിലേക്കാണ്. വിശുദ്ധ ഖുർആനിലെ ചില സ്ഥലത്തുള്ള പ്രയോഗങ്ങൾ നിങ്ങളുടെ കണ്ടുമുട്ടൽ അല്ലാഹുവിനെയാണ്. ലിഖാ അല്ലാഹ്, ഫമൻ കാന യർജു ലിഖാ റബ്ബി. അല്ലാഹുവിന്റെ ലിഖാഇനെ, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്നവരാണ് നിങ്ങൾ. ഖുർആൻ ആവർത്തിച്ച് ഈ കാര്യം ഉറപ്പെടുത്തുകയാണ്. നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോവുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തഹജ്ജുദിന്റെ ദുആകളിൽ കാണാം, തങ്ങൾ പറയുമായിരുന്നു, വഇന്ന വഅദക ഹഖ്ഖുൻ വഇന്ന ലിഖാഅക ഹഖ്ഖുൻ ഇന്നൽ ജന്നത ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ. അല്ലാഹു, നിന്റെ വാക്കുകൾ സത്യമാണ്, നിന്റെ വാഗ്ദാനങ്ങൾ സത്യമാണ്. വലിഖാഉക ഹഖ്, നിന്റെ ലിഖാഉം അതും സത്യമാണ്. ഒരു ദിവസം നിന്നെ കണ്ടുമുട്ടാനുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ളവരാണ്. ഖുർആന്റെ മൂന്നാമത് മറ്റൊരു പ്രയോഗം, നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കാനുള്ളവരാണ്. വലൗ തറാ ഇദ് വുഖിഫു അലാ റബ്ബിഹിം. അടിമകൾ അല്ലാഹുവിന്റെ മുന്നിൽ നിർത്തപ്പെടും. വലൗ തറാ ഇദ് വുഖിഫു അലാ റബ്ബിഹിം. അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ട അടിമകളാണ് നമ്മൾ. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. മുഴുവൻ മനുഷ്യരെയും ഉടമസ്ഥനായ, ഉള്ളും പുറവും വ്യക്തമായി അറിയുന്ന അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ട ഒരു ദിവസം. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സതുകല്ലിമു റബ്ബു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വരുന്നുണ്ട്, തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഓരോരുത്തരും ഒരാളെ വിട്ടുപോകുകയില്ല. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സതുകല്ലിമു റബ്ബു. നിങ്ങൾ ഓരോരുത്തരും തന്റെ റബ്ബിനോട്, റബ്ബിന്റെ മുന്നിൽ നിന്ന് അല്ലാഹുമായി കണ്ടുമുട്ടി അവനോട് സംസാരിക്കേണ്ടവരാണ്. ലൈസ ബൈനഹു വബൈനഹു തുർജുമാൻ.
എങ്ങനെ നിൽക്കണം അള്ളാഹുവിന്റെ മുന്നിൽ? എത്ര അടുത്തായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങളുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു തർജുമാൻ, ഒരു പരിഭാഷകൻ, ഒരു മധ്യസ്ഥനില്ല. നിങ്ങൾ നേരിട്ട് റബ്ബിനോട് സംവദിക്കേണ്ടവരാണ്. സഹാബാക്കൾ പഠിച്ച സഹാബാക്കൾ പറയുമായിരുന്നു, മനുഷ്യൻ ഒരടിമ കണ്ടുമുട്ടുന്ന രാത്രികളിൽ, കണ്ടുമുട്ടുന്ന പകലുകളിൽ ഏറ്റവും ഗൗരവമേറിയ ഒരു രാത്രിയും ഒരു പകലുമുണ്ട്. ഒരടിമ കണ്ടുമുട്ടുന്ന രാത്രികളിൽ ഏറ്റവും ഗൗരവമുള്ള രാത്രി അവന്റെ ജനാസ ഖബറിൽ വെച്ച് അന്നത്തെ ആദ്യത്തെ രാത്രിയാണ്. ഖബറിലെ ആദ്യത്തെ രാത്രി. പല രാത്രികളും നമുക്ക് സന്തോഷത്തിന് ദുഃഖത്തിന് വന്നിട്ടുണ്ടാകാം. പക്ഷെ നാം നമ്മെക്കുറിച്ച് ചിന്തിച്ചു നോക്കി. നമ്മളെ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് ഖബറിൽ ഇറക്കി വെച്ച ആദ്യത്തെ രാത്രി. രണ്ടാമത് മനുഷ്യൻ കണ്ടുമുട്ടുന്ന പകലുകളിൽ ഏറ്റവും ഗൗരവമുള്ള പകൽ നാളെ മഹ്ശറയിൽ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന പകലാണ്. അതും നമ്മൾ കണ്ടുമുട്ടേണ്ട ഒരു പകല് തന്നെയാണ്. ആർക്കും ഒഴിവാക്കാൻ സാധിക്കുകയില്ല. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. നിങ്ങൾ ഓരോരുത്തരെ നിർത്തപ്പെടും, നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി. റബ്ബ് ചോദിക്കും, വേറെ ആരുമില്ല. നിങ്ങളുടെ ഉള്ളും പുറവും രാത്രിയും പകലുമെല്ലാം നല്ലവണ്ണം അറിയുന്ന ഉടമസ്ഥനായ അള്ളാഹുവിന്റെ മുന്നിൽ നിർത്തി ആ റബ്ബ് തന്നെ നിങ്ങളോട് ചോദ്യം ചെയ്തൊരു ദിവസം വരാനുണ്ട്. ശരീഖ് ഇബ്നു അബ്ദില്ല എന്ന ഒരു മഹാൻ, അദ്ദേഹം ഖാദിയായിരുന്നു, ജഡ്ജിയായിരുന്നു. അദ്ദേഹം തൻ്റെ ഷർട്ടിൻ്റെ വസ്ത്രത്തിൻ്റെ ഭാഗത്ത് അദ്ദേഹം ഒരു കടലാസ് എപ്പോഴും എഴുതി വെക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം അതെടുത്ത് നോക്കി വായിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇടയ്ക്ക് ഒരു കടലാസ് എടുക്കുന്നു, അത് വായിക്കുന്നു, വീണ്ടും മടക്കി വെക്കുന്നു? അപ്പോൾ അതിൽ എഴുതി വെച്ചിരിക്കുകയാണ്, യാ ശരീഖ് ഇബ്നു അബ്ദില്ല, ശരീഖ്, സിറാത്തിൽ ഒറ്റക്ക് കടന്നു പോയതിനെ കുറിച്ച് ചിന്തിക്കണം, ഓർമ്മ വേണം, മറന്നു പോകരുത്. യാ ശരീഖ് ഇബ്നു അബ്ദില്ല, നിനക്ക് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ട ദിവസം വരാനുണ്ട്. ഇന്ന് നിന്റെ മുന്നിൽ ഖാദിയായ നിന്റെ മുന്നിൽ ജനങ്ങൾ നിൽക്കും. ഒരു ദിവസം നിനക്ക് വരാനുണ്ട്, നീ നിന്റെ റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടവരാണ്. നമ്മൾ ഓരോരുത്തരും യാത്ര നമ്മൾ പോകുന്നത് ഒരു മണ്ണിലേക്ക് ലയിച്ചു ചേരാൻ വേണ്ടിയല്ല. നമ്മൾ യാത്രയുടെ അന്ത്യം അള്ളാഹുവിന്റെ മുന്നിലേക്കാണ്. റബ്ബിനെ കണ്ടുമുട്ടാൻ പോകുന്ന യാത്രക്കാരാണ് നമ്മൾ. നമ്മളെ കുറിച്ച് ചിന്തിക്കണം. അതിനുവേണ്ടി നമ്മൾ എത്ര തയ്യാറായി? ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ മുന്നിലേക്കുള്ള യാത്രക്കാർ 2 നിലയിലാണ്. ഒന്ന്, അള്ളാഹുവിനെ കാണാൻ കൊതിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർ. അവരുടെ ശരീരം ദുന്യാവിലായിരിക്കും, പക്ഷേ അവരുടെ മനസ്സുകൊണ്ട് അവർ റബ്ബിനെ കാണാൻ കൊതിക്കുന്നവരായിരിക്കും. അല്ലാഹു തആല പറയുന്നു, അള്ളാഹുവിന്റെ ലിഖാഇനെ ആഗ്രഹിക്കുന്നവരോട് പറയാണ്, ഉടൻ തന്നെ നിങ്ങൾക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാം. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിട്ടുണ്ട്, ഈ ആയത്ത് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന മഹ്ബൂബീങ്ങളുടെ മഅ്ശൂഖീങ്ങൾക്ക് അവർക്ക് സമാധാനം നൽകുന്ന ഒരു ആയത്താണ്. അള്ളാഹുവിനെ കാണാനുള്ള വെപ്രാളത്തിൽ ദുനിയാവിൽ ജീവിക്കുന്ന അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളോട് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് ഉടൻ തന്നെ എന്നെ കാണാനുള്ള അവസരം ഞാൻ നൽകാം എന്ന് അവരെ സമാധാനിപ്പിക്കുകയാണ്. തൻ്റെ പ്രേമവാചനത്തെ കാണാൻ കൊതിക്കുന്ന ഒരു വ്യക്തിയോട് ഉടൻ തന്നെ കാണാൻ സന്ദർഭം കിട്ടുമെന്ന് പറയുന്നത് പോലെ ഉടമസ്ഥനായ അള്ളാഹു അവനെ പ്രേമിച്ച് ഈ ലോകത്ത് ജീവിക്കുന്നവരോട് സമാധാനപ്പെടുത്തുകയാണ്. താമസം വിന നിങ്ങൾക്ക് എന്നെ കാണാൻ അവസരം നൽകുന്നതാണ്. ദുനിയാവിൽ ഒരു വിഭാഗം അള്ളാഹുവിനെ കാണാൻ കൊതിക്കുന്നവർ. ചില സലഫുകൾ, മുൻഗാമികൾ, സ്വാലിഹീങ്ങൾ അവരോട് പറയപ്പെട്ടു, 2 അവസരങ്ങൾ മുന്നിൽ നൽകിയാൽ ഏത് നിങ്ങൾ തിരഞ്ഞെടുക്കും? ഒന്നുകിൽ 100 വർഷം ഇനിയും ഈ ലോകത്ത് സുഖസൗകര്യത്തോടെ ജീവിക്കാം, ഇല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് മരണം. അവർ പറയുമായിരുന്നു, 100 വർഷത്തെ ഈ ലോകത്തെ സുഖജീവിതത്തെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് മരണത്തെയാണ്. കാരണം മരണം
മരണം ഒരു പാലമാണ്. പ്രേമിക്കുന്നവൻ തൻ്റെ പ്രേമപാതനത്തിലേക്ക് കടന്നു ചെല്ലാൻ നൽകുന്നൊരു പാലമാണ്. മരണം മുഅ്മിന് നൽകുന്നൊരു പാലമാണ്. താൻ പ്രേമിക്കുന്ന എല്ലാത്തിനേക്കാളും താൻ ഇഷ്ടപ്പെടുന്ന റബ്ബിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു അവസരമാണ്. സഹൽ തുസ്തരി റഹ്മത്തുള്ളാഹി തആലയോട് ചോദിച്ചു, നിങ്ങൾക്ക് നാളത്തെ മരണമാണ് ഇഷ്ടം, ഇന്നത്തെ മരണമാണ് ഇഷ്ടം? ഇത് രണ്ടിനും അവസരം നൽകിയാൽ നിങ്ങൾ എന്തിനെ ഇഷ്ടപ്പെടും, ഏതിനെ തിരഞ്ഞെടുക്കും? നിങ്ങൾ പറയില്ല, ഒരിക്കലും നാളെ മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ഇന്ന് ഇപ്പോൾ മരിക്കാൻ ഇഷ്ടപ്പെടും. കാരണം അള്ളാഹുവിനെ പ്രേമിച്ച് ലയിച്ച് അള്ളാഹുവിനെ തേടി ജീവിക്കുന്നവരായിരുന്നു ഭൂമി. അംബിയ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നോക്കിയാൽ കാണാം. അവരെല്ലാം ഭൂമിയിൽ ജീവിച്ചപ്പോൾ തന്റെ റബ്ബിനെ കാണാനുള്ള കൊതിയിൽ ജീവിച്ചവരായി. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തങ്ങളുടെ അവസാന സമയമായപ്പോൾ മിമ്പറിൽ വന്നിരുന്നു. സഹാബത്തിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ അടിമക്ക് രണ്ട് ഇഖ്തിയാറുകൾ, രണ്ട് സ്വാതന്ത്ര്യം നൽകി. അടിമയുടെ അള്ളാഹു തആല പറഞ്ഞു, ഒന്നെങ്കിൽ ഇവിടെ ജീവിക്കാം, ഇല്ലെങ്കിൽ മടങ്ങി വരാം. നിങ്ങൾ പറഞ്ഞത് അടിമ അള്ളാഹുവിലേക്കുള്ള മടക്കത്തെ തിരഞ്ഞെടുത്തു. ഇത് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല കരയാൻ തുടങ്ങി. മനസ്സിലായി, നിബിധങ്ങൾ സ്വന്തത്തെക്കുറിച്ച് പറയുക. ഐഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, തങ്ങളുടെ വഫാത്തിന്റെ അവസാന സമയം തങ്ങളുടെ മുസബ്ബഹ വിരൽ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മൾ പറഞ്ഞു, ബൽ അല്ലാഹുമ്മ റഫീഖൽ അഅല, ബൽ അല്ലാഹുമ്മ റഫീഖൽ അഅല. അല്ലാഹുവേ, ഞാൻ നിന്റെ സഹവാസത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. നബിമാരുടെ ജീവിതം ദുനിയാവിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ കൊതിക്കുന്നവരായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു തആല തുരിസിലേക്ക് ക്ഷണിച്ചു, തന്റെ കൂട്ടുകാരെ കൂട്ടിയിട്ട് വരാൻ വേണ്ടി. മൂസാ നബി വേഗത്തിൽ ചെന്നു. അല്ലാഹു ചോദിച്ചു, എന്തിനാ മൂസാ നീ പെട്ടെന്ന് നിന്റെ സമൂഹത്തെ വിട്ടിട്ട് വന്നത്? അജിൽതു ഇലൈക റബ്ബി ലിതർദാ, റബ്ബി എനിക്ക് നിന്നെ കാണാനുള്ള കൊതിയിൽ വന്നതാണ്. റബ്ബി അരിനി, അല്ലാഹു എനിക്ക് നിന്നെ കാണിച്ചു താ, എനിക്ക് നിന്നെ ഒന്ന് കാണണം, നിന്റെ മുഖം എനിക്കൊന്ന് കാണണം. ഇതാണ് ദുനിയാവിൽ ജീവിക്കുന്ന ഒരു ഈമാൻ. അവർ ഒറ്റയ്ക്കിരിക്കുമ്പോഴും കൂട്ടത്തിലാകുമ്പോഴും യാത്രയിലും എല്ലാ സമയത്തും അവരുടെ തലയിലും മനസ്സിലുമെല്ലാം തൻ്റെ റബ്ബിനെ കുറിച്ച് ചിന്തയിലായി. എൻ്റെ അല്ലാഹു എനിക്കൊന്ന് കാണണം. എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു ഭാഗത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, റജുലുൻ ദക്കറല്ലാഹ ഖാലിയ ഫഫാദത് ഐനാ. ഒരടിമയാണ്, അവനെങ്ങനെ ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കും. അള്ളാഹ് ചെയ്ത അനുഗ്രഹങ്ങൾ, അള്ളാഹ് ചെയ്ത ഇഹ്സാനുകൾ, ആ അനുഗ്രഹങ്ങൾ ഓർത്തോർത്തോർത്ത് ഫഫാദത് ഐനാ, അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വെച്ചാണ്. അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹി തആലയെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാർ പറയുന്നുണ്ട്, ഞങ്ങൾ ചിന്തിക്കുമായിരുന്നു ഈ അബ്ദുല്ലാഹി മുബാറക് ഇത്രയും വലിയ സ്ഥാനം കിട്ടാനുള്ള കാരണമെന്താണ്. ഒരിക്കൽ ഞാനും അദ്ദേഹം ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ വിളക്കണഞ്ഞുപോയി. പഴയ കാലഘട്ടം, വിളക്ക് അണഞ്ഞുപോയി, ഇരുട്ടായി. പിന്നെ വിളക്ക് കത്തിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയപ്പോൾ കാണുന്നു കണ്ണീരിങ്ങനെ ഒലിക്കുകയാണ്. ഇരുട്ടിന്റെ മറവിൽ തന്റെ റബ്ബിനെ കുറിച്ച് ഓർത്തൊറ്റയ്ക്കിരുന്ന് കരയുകയാണ്. ചില സാലിഹ്യങ്ങൾ, ചില അടിമകൾ ഭൂമിയിൽ അങ്ങനെയാണ്. അവരുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും അള്ളാഹുവിന്റെ ചിന്തയിൽ, അവരുടെ ഹൃദയം മുഴുവൻ അള്ളാഹുവിന്റെ പ്രേമത്തിൽ. അവർ ഭാഗ്യവാന്മാരാണ്. അവരെ സംബന്ധിച്ച് നിബിധങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ച് ഭൂമിയിൽ ജീവിക്കുന്നവർ മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅഹു. വലിയ ഭാഗ്യവാന്മാരാണ്. അള്ളാഹുവിനെ കാണാൻ കൊതിച്ച് ജീവിക്കുന്നവർ, അവർക്ക് കിട്ടുന്ന സന്തോഷ വാർത്ത നിബിധങ്ങൾ പറഞ്ഞു, അള്ളാഹു അവരെ കാണാൻ കൊതിക്കും. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ഭാഗ്യമാണ്. അള്ളാഹ് അടിമയെ കാണാൻ കൊതിക്കുക, നമ്മളെ റബ്ബ് കാണാൻ കൊതിക്കുക. ഹദീസിൽ വരുന്നുണ്ട്, ചില അടിമകളുടെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്തിനെ അയക്കുമ്പോൾ അള്ളാഹ് പറയും, എൻ്റെ ഈ അടിമയുടെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോവാ. ഞാൻ അവനെ പല നിലയിലും പരീക്ഷിച്ചു. എല്ലാ പരീക്ഷയിലും അവൻ എന്നെ സന്തോഷിപ്പിച്ചു, എന്നെ തൃപ്തിപ്പെടുത്തി. ഇനി അവന് എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോവാ, ഞാനൊന്ന് അവനെ കാണട്ടെ, ഞാനൊന്ന് അവനെ സന്തോഷിപ്പിക്കട്ടെ. എത്ര നല്ല മരണമായിരിക്കും മനുഷ്യൻ. അള്ളാഹ് അവനെ കാണാൻ കൊതിക്കും. നമ്മുടെ ജീവിതം ഇത് അള്ളാഹുവിന്റെ മുന്നിലേക്കുള്ള യാത്രയാണ്. നാം അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്നവരാണ്. നാളെ ആഖിറത്തിൽ രണ്ട് നിലയിൽ അള്ളാഹുവിന്റെ ലിഖാ ഉണ്ട്. ഒന്ന് മഹ്ശറയിൽ,
മഹ്ശറയിൽ അള്ളാഹുവിന്റെ ലിഖാ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു 14 രാവിലെ ചന്ദ്രൻ ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുമ്പോൾ സഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നു. തങ്ങൾ പറഞ്ഞു, ഇതുപോലെ നിങ്ങൾ വ്യക്തമായി ചന്ദ്രനെ കാണുന്നത് പോലെ നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങൾ റബ്ബിനെ കാണുന്നതാണ്. റബ്ബിനെ കാണുന്നതാണ്, അല്ലാഹുവിനെ കാണും. നാളെ മഹ്ശറയിൽ യൗമ യുക്ശഫു അൻ സാഖിൻ വയദ്ഉന ഇല സുജൂദി, അല്ലാഹു പറയും, നാളെ അല്ലാഹു തആല സാഖ് എന്ന പ്രകാശത്താൽ മഹ്ശറയിൽ അടിമകളുടെ മുന്നിൽ അല്ലാഹു തആല പ്രത്യക്ഷപ്പെടും. ഒരു ലിഖാ അവിടെയാണ്, മഹ്ശറയിലാണ്. അത് പൂർണ്ണമായ ലിഖാ അല്ല. രണ്ടാമത്തെ ലിഖാ അല്ലാഹുവിനെ കണ്ടുമുട്ടൽ സ്വർഗത്തിലാണ്. ഏറ്റവും വലിയ സ്വർഗത്തിന്റെ അനുഗ്രഹം. അടിമ അല്ലാഹുവിനെ നേരിട്ട്, സ്വർഗവാസി നേരിട്ട് കാണുന്ന സമയം. സഈദ് ഇബ്നു മുസയ്യിബ് റഹ്മത്തുള്ളാഹി പറയുന്നു, ഞാൻ അബൂ ഹുറൈറ റളിയല്ലാഹു തആല കൂടെ ഒരിക്കലും നടന്നു പോകുമ്പോൾ അദ്ദേഹം ദുആ ചെയ്തു, എനിക്ക് വേണ്ടി അല്ലാഹു എന്നെയും നിന്നെയും സഈദിനെയും സ്വർഗത്തിലെ കമ്പോളത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഞാൻ ചോദിച്ചു, അല്ല അബൂ ഹുറൈറ, സ്വർഗത്തിൽ കമ്പോളമുണ്ടോ? അതെ, സ്വർഗത്തിൽ കമ്പോളമുണ്ട്. ഒരു ജുമാ ദിവസത്തിന്റെ ആ സമയം പോലെ, അതുപോലത്തെ അളവിൽ അല്ലാഹു തആല സ്വർഗത്തിൽ ഒരു കമ്പോളം തയ്യാറാക്കി എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ്. സ്വർഗവാസികൾ ഒരുമിച്ച് സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടും. അവിടെ വെച്ച് അല്ലാഹു തആല സ്വർഗവാസികൾക്ക് മുന്നിൽ അല്ലാഹുവിനെ മറമാറ്റി അവനെ കാണിച്ചു കൊടുക്കും. ഏറ്റവും സ്വർഗത്തിന്റെ ആനന്ദമുള്ള സമയം. ഏതൊരു റബ്ബിന്റെ മുന്നിലാണോ നാം സുജൂദ് ചെയ്തത്, ഏത് റബ്ബിന് വേണ്ടിയാണോ നാം പട്ടിണി കിടന്നത്, ഏത് റബ്ബിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതിയത്, അല്ലാഹുവിനെ നേരിട്ട് കണ്ണുകൊണ്ട് കാണുന്ന ആ സന്ദർഭം സ്വർഗവാസി എല്ലാം മറക്കുന്ന സമയമാണ്. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, സ്വർഗത്തിൽ 2 നിലയിൽ അല്ലാഹുവിന്റെ ലിഖാ ഉണ്ടാകും. ഒന്ന്, സ്വർഗവാസികൾ മുഖറബീങ്ങൾ, എപ്പോഴും അല്ലാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗ്യവാന്മാർ. അല്ലാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര വലിയ രസമായിരിക്കും എപ്പോഴും അല്ലാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുക, അല്ലാഹുവിന്റെ പരിശുദ്ധ മുഖം കണ്ടുകൊണ്ടിരിക്കുക. ഏറ്റവും ഉന്നത മുഖറബീങ്ങൾ, ഉടമസ്ഥനായ അല്ലാഹ്, റഹ്മാനായ, റഹീമായ, മാലിക്കായ, ഗഫൂറായ, ഗഫാറായ, വദൂദായ അല്ലാഹുവിനെ എപ്പോഴും കാണുക. രണ്ടാമത്, അല്ലാഹു തആല അടിമകൾക്ക് സ്വർഗത്തിൽ അവൻ ക്ഷണിക്കപ്പെടുന്ന ചില സന്ദർഭങ്ങൾ കാണാൻ അവസരമുണ്ടാകും. ചില ഹദീസിൽ വരുന്നുണ്ട്, ചില സ്വർഗവാസികൾ രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനെ കാണുന്നതാണ്. ഒന്ന് സ്വർഗത്തിൽ ലിഖാണ്, ഇത് പരിപൂർണമായ ലിഖാണ്. അതാർക്കാണ് ലഭിക്കുന്നത്? ദുനിയാവിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ കൊതിക്കുന്നവർ. രണ്ടാമത്, ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യർ അല്ലാഹുവിനെ കാണാൻ വെറുക്കുന്നവരാണ്. അല്ലാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടാത്തവർ. അവരുടെ ജീവിതത്തിന്റെ മോശത്തരങ്ങളും ചെയ്തികളും നന്ദികളും കാരണമായി അവർക്ക് അല്ലാഹുവിനെ കാണാൻ വെറുപ്പാണ്. അവരെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു, മൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹ അല്ലാഹു ലിഖാ. ആരെങ്കിലും അല്ലാഹുവിനെ കാണാൻ വെറുത്താൽ അല്ലാഹു അവനെ കാണാൻ ഇഷ്ടപ്പെടുകയില്ല. എത്ര വലിയ ഭാഗ്യക്കേടാണ്. നാളെ മഹ്ശറയിൽ അവനെ അകറ്റപ്പെടും. കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. എത്ര വലിയ ഭാഗ്യക്കേടാണ്. അവരുടെയും അല്ലാഹുവിന്റെ ഇടയിൽ മറയിടപ്പെടും. അല്ലാഹുവിനെ കാണാൻ സാധിക്കില്ല. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, നരകവാസിക്ക് ഏറ്റവും വലിയ ശിക്ഷ, നരകത്തിന്റെ തീയേക്കാൾ ശിക്ഷയാണ് റബ്ബിനെ കാണാൻ സാധിക്കാതിരിക്കുക എന്നുള്ളത്. അവർ എന്നേക്കുമായി അല്ലാഹുവിനെ കാണാൻ സാധിക്കാതെ മറയിട്ട് കളയും. കാരണം ദുനിയാവിൽ അവരുടെ ജീവിതത്തിന് അല്ലാഹു ലക്ഷ്യമായിരുന്നില്ല. അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള കൊതിയും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അവർ വെറുത്തിരുന്നു. അവർ മോശത്തരങ്ങളും തിന്മകളും ജീവിച്ചു. സഹോദരന്മാർ, അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം ഇതൊരു യാത്രയാണ്. നാം സ്ഥിരം ജീവിക്കാൻ വന്നതല്ല. ഈ യാത്ര താൽക്കാലികമായ മണ്ണിലേക്കുള്ള യാത്രയല്ല, ഖബറിലേക്കുള്ള യാത്രയല്ല, അല്ലാഹുവിലേക്കുള്ള യാത്രയാണ്. കണ്ടുമുട്ടാൻ പോവുകയാണ്. തയ്യാറാകേണ്ട സമയമാണ് ഇവിടെ. ഒരാളെ കാണാൻ വേണ്ടി പോകുമ്പോൾ കാണാൻ പോകുന്ന വ്യക്തി എത്ര ഉന്നത സ്ഥാനത്തുള്ള ആളോ നാം തയ്യാറാകും, നാം ഭംഗിയാകും, തയ്യാറെടുപ്പ് നടത്തും. ഇതാരെയാ കാണാൻ പോകുന്നത്? ഉടമസ്ഥനായ അല്ലാഹുവിനെ. നാം സ്വന്തം നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കും, ഇത്രയും വർഷം എനിക്ക് റബ്ബ് നൽകി, ഞാൻ എന്ത് തയ്യാറെടുപ്പ് നടത്തി എൻ്റെ റബ്ബിനെ കാണാൻ വേണ്ടി? ഞാൻ എൻ്റെ ജീവിതത്തെ ഭംഗിയാക്കിയോ അഭംഗിയാക്കിയോ? എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? എൻ്റെ കണ്ണിൻ്റെ അവസ്ഥ എന്താണ്? എൻ്റെ നാവിൻ്റെ കൈകാലുടെ അവസ്ഥ എന്താണ്? സഹോദരന്മാരെ, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്ന അടിമ തയ്യാറാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാപത്തിൽ നിന്ന് പരിശുദ്ധമാകലാണ്. അല്ലാഹുവിനെ കാണുന്നതിന് മുമ്പ് എല്ലാ തിന്മയിലും പരിശുദ്ധമാകണം.
ഐഷ റളിയല്ലാഹു തആലയുടെ 2 വാക്കുകളുണ്ട്. അവർ പറയുന്നുണ്ട്, ഒരടിമ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിൽ ഒരു ചെറിയ തിന്മ, അതുകൊണ്ടാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നെങ്കിൽ അത് മതി അവന്റെ നാശത്തിൽ. ഒരു ചെറിയ പാപം, ആ പാപവുമായിട്ടാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ അത് മതി അവന്റെ നാശത്തിൽ. ഐഷ റളിയല്ലാഹു പിന്നെ പറയുന്നുണ്ട്, അഖില്ലു ദുനൂബ്, നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ കുറയ്ക്കും, ഇല്ലാതാക്കി, നിങ്ങൾ പാപങ്ങൾ ഇല്ലാതാക്കി. മാ മിൻകും, നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഏറ്റവും ശ്രേഷ്ഠമായത് നിങ്ങൾ പാപങ്ങളില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടലാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഏറ്റവും ശ്രേഷ്ഠമായത് പാപങ്ങളൊന്നും ഇല്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. പരിശുദ്ധ റമദാൻ അള്ളാഹു നൽകിയിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. റഹ്മത്തിന്റെ 10 അവസാനിക്കുന്നു, മഗ്ഫിറത്തിലേക്ക് കടക്കുന്നു. എന്തിനാ അള്ളാഹു അടിമകളെ നമുക്ക് മഗ്ഫിറത്ത് നൽകി? നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കണം. നാം അള്ളാഹുലേക്ക് പോകുന്ന വഴിയിൽ പാപങ്ങൾ പുരണ്ടവരാണ്. ഈ പാപങ്ങളെ പൊറുപ്പിച്ചുകൊള്ളി. എൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഒരു ചെറിയ പാപം കൊണ്ടുവരരുത്. മുഴുവൻ പാപം നിങ്ങൾ പരിശുദ്ധരായി വരണം, എങ്കിലേ ഞാൻ നിങ്ങൾ സ്വീകരിക്കും. അതിന് അള്ളാഹു നൽകിയിരിക്കുന്ന അവസരമാണ് പരിശുദ്ധമായ റമദാൻ. മുഴുവൻ പാപങ്ങളെ പൊറുപ്പിക്കാൻ ഏറ്റവും നല്ല അവസരം. ഇതിനേക്കാൾ നല്ല അവസരമില്ല. മഗ്ഫിറത്തിന്റെ 10ലേക്ക് അടക്കുകയാണ്. നമ്മുടെ ആവശ്യമാണ്, അള്ളാഹുവിന്റെ ആവശ്യമില്ല. പക്ഷേ രണ്ടാമത്തെ 10ൽ എത്തിയപ്പോഴേക്കും നമ്മൾ പലരും ക്ഷീണിതരായി, നമ്മൾ പലരും മടി ബാധിച്ചു. നമസ്കാരത്തിന്റെ സഫുകൾ എണ്ണം കുറഞ്ഞു, തറാവീഹിന്റെ എണ്ണം കുറഞ്ഞു, ആദ്യത്തെ ഉന്മേഷങ്ങൾ കുറഞ്ഞു. സത്യത്തിൽ ആദ്യത്തെ 10നേക്കാൾ ആവശ്യമുള്ള 10ലേക്കാണ് കടക്കാൻ പോകുന്നത്. വീണ്ടും ഉന്മേഷവാന്മാരാകേണ്ട, അമലുകൾ മുന്നേറേണ്ട സമയമാണ്, സഫുകൾ എണ്ണം കൂടേണ്ട സമയമാണ്. മഗ്ഫിറത്ത് നമ്മുടെ ആവശ്യമാണ്. അള്ളാഹുവിനെ കാണുന്നതിന് മുമ്പ് മുഴുവൻ പാപവും പൊറുപ്പിച്ച് ഒരു ചെറിയ പാപം പോലും ഇല്ലാതെ പരിശുദ്ധരായ അള്ളാഹുവിനെ കണ്ടുമുട്ടണം. അതിന് ഏറ്റവും നല്ല അവസരമാണ്. ഇനി എത്ര അവസരങ്ങൾക്ക് അറിയുകയില്ല. അവിടെ നമ്മൾ റമദാനിന്റെ രണ്ടാമത്തിലെ 10ലേക്ക് മടിയില്ല മാറ്റിവെച്ച് ഉന്മേഷത്തോടെ അമലുകളിലേക്ക് മുന്നേറേണ്ട സമയമാണ്. അള്ളാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഹിദ് ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.